ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് സാബുദാന പായസം അല്ലെങ്കിൽ ചൗരി പായസം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1.5 കപ്പ് ചൗരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് കുറച്ച് കശുവണ്ടി വറുത്തെടുക്കാം. ഈ നെയ്യിലേക്ക് ഇനിയും കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. ഇത് റെഡിയായി. ഇനി നമുക്കിത് അടുപ്പത്തൊന്ന് കോരിയെടുക്കാം. ഈ പാത്രത്തിലോട്ട് ഇനി നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചൗരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചൗരിയിലുള്ള വെള്ളം വറ്റുന്നവരെ ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം അത് കുറച്ച് വെന്തും കിട്ടും. വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഇളക്കാം. എൻ്റെ ഈ ഷുഗർ വൈറ്റ് കളറും ബ്രൗൺ കളറും കൂടി മിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്രൗൺ കളർ വന്നിരിക്കുന്നത്. ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ചൗരിയിലെ വെള്ളം എല്ലാം വറ്റി ഇത് 3/4 ഭാഗം വെന്തു. ഇനി നമുക്ക് 1/2 ലിറ്റർ കാച്ചിയ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് നമ്മുടെ ചൗരിയെല്ലാം നന്നായി വെന്ത് ഒന്ന് കുറുകി വരുന്ന വരെ ചെറു തീയിൽ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ ചൗരിയെല്ലാം നന്നായി വെന്തു, പാലെല്ലാം കുറുകി കിട്ടി. ഇതിലേക്ക് നമുക്ക് 2 ക്യാൻ റെഡ്യൂസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡ്യൂസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന കാച്ചി കുറുക്കിയ പാൽ, അതായത് നമ്മൾ പാൽ കുറുക്കി അത് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കാച്ചി കുറുക്കി എടുക്കില്ലേ, ആ പാൽ ഇവിടെ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കാച്ചി കുറുക്കിയ പാൽ റെഡ്യൂസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ക്യാനിൽ മേടിക്കാൻ കിട്ടും. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് കാച്ചിയ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടി ചെറു തീയിൽ ഇതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാലും ചൗരിയും കൂടി ഒന്നോടെ വെന്ത് ഒന്ന് ചെറുതായി കുറുകി കിട്ടുന്നവരെ. ഇതിലേക്ക് ഞാൻ കുറച്ച് പാലിൽ 1 പിഞ്ച് കുങ്കുമപ്പൂ കലക്കി വെച്ചിരുന്നു. അതാണിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുമ്പോൾ പായസത്തിന് കുറച്ചും കൂടി കളറും രുചിയും കിട്ടും. നമ്മുടെ പായസം എല്ലാം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനിയും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അന്നേരേ അറിയാൻ നല്ല രുചിയുള്ള പായസമാണെന്ന്. നമ്മുടെ ചൗരി പായസം, അതായത് സാബുദാന പായസം റെഡിയായി. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ പായസത്തിന് നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.